കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകരെ എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറത്താക്കി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അസാധാരണ നടപടി എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞ കമന്റ്സ് ഒന്ന് നോക്കണം, നന്നായി പോയി എന്നേ പറയാനുള്ളൂ. അങ്ങേരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് നിനക്കൊക്കെ വേണ്ട വാർത്തകൾ ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ എയറിലേക്ക് വിട്ട് ആ മനുഷ്യനെ നിങ്ങൾ എല്ലാവരും കൂടി ദുഷിപ്പിച്ചതായി കാണിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. സുരേഷ് ഗോപി ചൂടായി സംസാരിക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ കൂടുതലും കണ്ടിട്ടുണ്ടാവുക മാധ്യമങ്ങളിലൂടെ. അദ്ദേഹം കാമായിട്ട് കാര്യങ്ങൾ പറയുന്ന രീതിയിൽ പ്രതികരിക്കുന്നത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? അങ്ങനെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നില്ലെന്നാണോ? ഉറപ്പായും മാധ്യമ പ്രവർത്തനം എന്തെന്ന് നല്ല അറിവുള്ള എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലും വളരെ മാന്യമായി ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകി തന്നെയാണ് സുരേഷ് ഗോപി പ്രതികരിക്കുന്നത്. എന്നാൽ ചില വ്യക്തികളോട് മാത്രം സുരേഷ് ഗോപി ചൂടാകുന്നു, സുരേഷ് ഗോപി പ്രകോപിതനാകുന്നു, സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് പ്രചരിക്കുന്നത്. കൂടുതലും നിങ്ങൾ കണ്ടിരിക്കുന്നതും അതായിരിക്കും. എന്താണ് ഈ ചില മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറുതെ നിൽക്കുമ്പോഴത്തേക്ക് കലി തുള്ളാനായിട്ട് അദ്ദേഹത്തിന് തലയ്ക്ക് അസുഖമൊന്നുമില്ല, അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ പോയി ഒരു MP ആയിട്ട് ഇരിക്കില്ലല്ലോ. ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നതിലെ ഒരു കൂട്ടം വിഭാഗത്തിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഏറ്റവും മുന്തിയ ഉപകരണമാണ് സത്യത്തിൽ സുരേഷ് ഗോപി. ഇവിടുത്തെ സെർച്ച് എഞ്ചിനുകളിൽ ടോപ്പ് കീവേഡ് എന്ന് പറയുന്നത് സുരേഷ് ഗോപി ലേറ്റസ്റ്റ് എന്ന വാക്കാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കണം, അദ്ദേഹത്തെ കൊള്ളരുതാത്തവനായി കാണിക്കണം, അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നു ഒരിക്കലും നോർമൽ അല്ല എന്ന രീതിയിൽ കാണിക്കണം, അല്ലെങ്കിൽ അധികാരം വന്ന് അദ്ദേഹം ഇപ്പൊ വലിയ ആളായി പോയി എന്ന രീതിയിൽ കാണിക്കണം. ഇത് ഇന്നും ഒന്നിലെയും തുടങ്ങിയ ക്യാമ്പയിൻ അല്ല. അവർക്ക് അതൊക്കെയാണ് റേറ്റിംഗ് കൂട്ടുന്ന മാർഗങ്ങൾ. സുരേഷ് ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തിനടുത്തേക്ക് ഈ ദുഷിപ്പുകൾക്ക് എൻട്രി ഇല്ല എന്ന് തീരുമാനിച്ചാൽ തീർന്നു ഇവരുടെ റേറ്റിംഗ് പരിപാടി. പിന്നെ കുറെ പേര് പറയുന്നത് കണ്ടു, നിങ്ങൾ BJP-നെ ബഹിഷ്കരിക്കണം, എന്തിനാണ് ഇവരുടെ പുറകെ ക്യാമറയും തൂക്കി നടക്കുന്നതെന്ന്. ഉറപ്പായിട്ടും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ BJP-യെയോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെ വേണമെങ്കിലും നിങ്ങൾ ബഹിഷ്കരിച്ചോളൂ. ഞങ്ങളെ പോലെ സത്യം എന്തെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഇവിടെ ഉണ്ട്. അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ നാട്ടുകാരിലേക്ക് എത്തിച്ചോളാം. അതിന് നിങ്ങളുടെ കുത്തകയുടെ ആവശ്യം ഇല്ല. അപ്പൊ കടക്ക് പുറത്തു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇല്ലാത്ത രോഷമൊന്നും ഗസ്റ്റ് ഹൗസിൽ നിന്ന് നിങ്ങളെ പിടിച്ച് പുറത്താക്കിയപ്പോൾ നിങ്ങൾക്ക് വേണ്ട. മാധ്യമ പ്രവർത്തനം ശരിയായി ചെയ്യാൻ അറിയാവുന്നവര് മാത്രം ഇവിടെ പ്രവർത്തിച്ചാൽ മതി. അതിനെ സർക്കസ് കൂടാരമാക്കുന്ന ആളുകൾക്ക് അവസാനം ഇത് തന്നെയാണ് അവസ്ഥ. കടക്ക് പുറത്ത് എന്ന് എല്ലാവരും പറയും.